ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഖേൽ രത്ന അർജുന അവാർഡുകൾ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കുള്ള റോഡിൽ ഉപേക്ഷിച്ച ഗുസ്തി താരം ആരാണ്? വിനേഷ് ഫോഗട്ട്. വിനേഷ് ഫോഗട്ട് ആണ് ഖേൽ രത്ന അർജുന അവാർഡുകൾ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കുള്ള റോഡിൽ ഉപേക്ഷിച്ച ഗുസ്തി താരം. ഗുസ്തി താരം സാക്ഷി മാലിക് ഗുസ്തിയിൽ നിന്നും വിരമിക്കുകയും ബജ്റംഗ് പുനിയ പത്മശ്രീ പുരസ്കാരം ഇതുപോലെ റോഡിൽ ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. ഗുസ്തി ഫെഡറേഷൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് കായിക താരങ്ങൾ ഈ നടപടി സ്വീകരിച്ചത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം 2023 ഡിസംബർ 30 രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ പ്രദേശം ഏതാണ്? കണ്ണൂർ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം 2023 ഡിസംബർ 30 രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ പ്രദേശം കേരളത്തിലെ കണ്ണൂർ ജില്ലയാണ്. ഡിസംബർ 30 കണ്ണൂരിൽ 37.2 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില. പ്രവാസികാര്യ മന്ത്രാലയത്തിന്റെയും നോർക്കയുടെയും റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ മലയാളി സ്ഥിര താമസമില്ലാത്ത ഏക രാജ്യം ഏതാണ്? ഉത്തര കൊറിയ. ഉത്തര കൊറിയയാണ് പ്രവാസികാര്യ മന്ത്രാലയത്തിന്റെയും നോർക്കയുടെയും റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ മലയാളി സ്ഥിര താമസമില്ലാത്ത ഏക രാജ്യം. ലോകത്തെ 195 രാജ്യങ്ങളിൽ 194ലും സ്ഥിര സാന്നിധ്യമായി മലയാളിയുണ്ട്. എന്നാൽ ഉത്തര കൊറിയയിൽ മാത്രം മലയാളി സ്ഥിര താമസം ഇല്ല. ജനുവരി 1 നാവികസേന ഓഫീസർമാർക്ക് നിലവിൽ വരുന്ന പുതിയ എപ്പൗലെറ്റുകൾ ഏത് രാജാവിന്റെ രാജമുദ്രയിലെ ചിഹ്നങ്ങൾ ആലേഖനം ചെയ്തതാണ്? ഛത്രപതി ശിവജി. 2024 ജനുവരി 1 നാവികസേന ഓഫീസർമാർക്ക് നിലവിൽ വരുന്ന പുതിയ എപ്പൗലെറ്റുകൾ ഏത് രാജാവിന്റെ രാജമുദ്രയിലെ ചിഹ്നങ്ങൾ ആലേഖനം ചെയ്തതാണ്? ഛത്രപതി ശിവജി മഹാരാജിന്റെ. ഉദ്യോഗസ്ഥരുടെ തോളിൽ പതിക്കുന്ന ബാഡ്ജാണ് എപ്പൗലെറ്റുകൾ. ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക് മീറ്റിൽ ജേതാക്കളായ സംസ്ഥാനം ഏതാണ്? കേരളം. കേരളമാണ് ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക് മീറ്റിൽ ജേതാക്കളായ സംസ്ഥാനം. 11 സ്വർണവും 6 വെള്ളിയും 7 വെങ്കലവും അടക്കം 24 മെഡലുകളാണ് കേരളത്തിന് ആകെ ലഭിച്ചത്. തമിഴ്നാടാണ് 2ാം സ്ഥാനം കരസ്ഥമാക്കിയ സംസ്ഥാനം. മഹാരാഷ്ട്രയിലെ ബല്ലാർപൂരിലാണ് ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക് മീറ്റ് നടന്നത്. 2023 ദേശീയ സരസ് മേള നടക്കുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? എറണാകുളം. എറണാകുളം ജില്ലയിലെ കൊച്ചിയിലാണ് 2023 ദേശീയ സരസ് മേള നടക്കുന്നത്. 2023 ഡിസംബർ 21 മുതൽ 2024 ജനുവരി 1 വരെയാണ് കൊച്ചിയിൽ കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന ദേശീയ സരസ് മേള നടക്കുന്നത്. കേരളത്തിലെ 10ാമത്തെയും എറണാകുളത്തെ ആദ്യത്തെയും സരസ് മേളയാണ് 2023. കലൂരിലെ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് ദേശീയ സരസ് മേള 2023 നടക്കുന്നത്. കേരളത്തിൽ ഹെലി ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? 2023 ഡിസംബർ 30. 2023 ഡിസംബർ 30 കേരളത്തിൽ ഹെലി ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ആണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. 2023 ഡിസംബറിൽ പുതുതായി 57 സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനുകൾ ആരംഭിക്കാൻ അനുമതി നൽകിയ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്.
ഉത്തർപ്രദേശ് സംസ്ഥാനമാണ് 2023 ഡിസംബറിൽ പുതുതായി 57 സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനുകൾ ആരംഭിക്കാൻ അനുമതി നൽകിയ സംസ്ഥാനം. വർദ്ധിച്ചുവരുന്ന ഓൺലൈൻ തട്ടിപ്പുകൾ തടയുന്നതിനാണ് ഉത്തർപ്രദേശ് ഈ നടപടി സ്വീകരിച്ചത്. കുട്ടികളിലെ രക്താർബുദ ചികിത്സയ്ക്ക് ടാറ്റ ആശുപത്രി വികസിപ്പിച്ച വായിലൂടെ കഴിക്കാവുന്ന കീമോതെറാപ്പി മരുന്നിന്റെ പേരെന്താണ്? പ്രീവോൾ. പ്രീവോൾ എന്ന മരുന്നാണ് കുട്ടികളിലെ രക്താർബുദ ചികിത്സയ്ക്ക് ടാറ്റ ആശുപത്രി വികസിപ്പിച്ച വായിലൂടെ കഴിക്കാവുന്ന കീമോതെറാപ്പി മരുന്ന്. അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലൂക്കീമിയയുടെ ചികിത്സയ്ക്കാണ് ഈ മരുന്ന് ഉപയോഗിക്കുന്നത്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2023 ബാലസാഹിത്യ പുരസ്കാരം ആർക്കൊക്കെയാണ് ലഭിച്ചതെന്ന് നോക്കാം. സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ഉല്ലല ബാബുവിനാണ്. കഥ, നോവൽ എന്നിവയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് KV മോഹൻകുമാറിനാണ്. ഇദ്ദേഹത്തിന്റെ ഉണ്ടക്കണ്ണന്റെ കാഴ്ചകൾ എന്ന കൃതിക്കാണ് മികച്ച കഥ നോവലിനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ദിവാകരൻ വിഷ്ണുമംഗലത്തിനാണ്. ഇദ്ദേഹത്തിന്റെ വെള്ള ബലൂൺ എന്ന കവിതയ്ക്കാണ് മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച ശാസ്ത്ര രചനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് സാഗ ജെയിംസിനാണ്. ഇദ്ദേഹത്തിന്റെ ശാസ്ത്ര മധുരം എന്ന കൃതിക്കാണ് മികച്ച ശാസ്ത്ര രചനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച ജീവചരിത്രം ആത്മകഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് സെബാസ്റ്റ്യൻ പള്ളിത്തോടിനാണ്. ഇദ്ദേഹത്തിന്റെ വൈക്കം മുഹമ്മദ് ബഷീർ ഉമ്മിണി വലിയ ഒരാൾ എന്ന കൃതിക്കാണ് മികച്ച ജീവചരിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടിക്കാണ്. ഇദ്ദേഹത്തിന്റെ രാവണൻ എന്ന കൃതിക്കാണ് മികച്ച വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച നാടകത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് സാബു കോട്ടുക്കലിനാണ്. ഇദ്ദേഹത്തിന്റെ പക്ഷിപാഠം എന്ന നാടകത്തിനാണ് മികച്ച നാടകത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ പള്ളിയറ ശ്രീധരനാണ്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഏത് വിഭാഗം വാഹനങ്ങളുടെ പുക പരിശോധന കാലാവധിയാണ് 1 വർഷമായി സർക്കാർ ഉയർത്തിയത്? BS4. ഭാരത് സ്റ്റേജ് 4. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് BS4 വിഭാഗത്തിൽപ്പെട്ട വാഹനങ്ങളുടെ പുക പരിശോധന കാലാവധിയാണ് 1 വർഷമായി സർക്കാർ ഉയർത്തിയത്. മുൻപ് ഇത്തരം വാഹനങ്ങളുടെ പുക പരിശോധന കാലാവധിയും 6 മാസമായിരുന്നു. ഭൂട്ടാൻ സർക്കാരിന്റെ നാഷണൽ ഓർഡർ ഓഫ് മെറിറ്റ് ഗോൾഡ് മെഡൽ ലഭിച്ച ഇന്ത്യൻ IAS ഉദ്യോഗസ്ഥ ആരാണ്? ഡോക്ടർ പൂനം ഗേത്രപാൽ സിംഗ്. ഇന്ത്യൻ IAS ഉദ്യോഗസ്ഥയായ ഡോക്ടർ പൂനം ഗേത്രപാൽ സിംഗിനാണ് ഭൂട്ടാൻ സർക്കാരിന്റെ നാഷണൽ ഓർഡർ ഓഫ് മെറിറ്റ് ഗോൾഡ് മെഡൽ ലഭിച്ചത്. ലോകാരോഗ്യ സംഘടനയുടെ ദക്ഷിണേഷ്യയുടെ റീജിയണൽ ഡയറക്ടറാണ് പൂനം ഗേത്രപാൽ സിംഗ്. ഭൂട്ടാൻ രാജാവ് ജിഗ്മെ ഖേസർ നാംഗ്യേൽ വാങ്ചുക്കാണ് ഈ പുരസ്കാരം സമ്മാനിച്ചത്. 5ാം പനി, റുബെല്ല എന്നിവ ഇല്ലാതാക്കുന്ന ആദ്യ രാജ്യങ്ങളിലൊന്നായി ഭൂട്ടാൻ മാറിയതിൽ പൂനം ഗേത്രപാൽ സിംഗിന്റെ പങ്ക് വളരെ വലുതായിരുന്നു. 2023 അന്തരിച്ച റഷ്യൻ സാഹിത്യകാരി ആരാണ്? അന്ന സുവരോവ. റഷ്യൻ സാഹിത്യകാരിയായ അന്ന സുവരോവയാണ് 2023 അന്തരിച്ചത്. ഉറുദു പണ്ഡിത എന്നറിയപ്പെടുന്ന ഇവർ റഷ്യൻ, ഉറുദു, ഇംഗ്ലീഷ് ഭാഷകളിൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി, ബേനസീർ ഭൂട്ടോ, ഷെയ്ഖ് ഹസീന എന്നിവരുൾപ്പെടെ 6 ഏഷ്യൻ വനിതകളെക്കുറിച്ച് ഡോട്ടേഴ്സ് ആൻഡ് വിഡോസ് എന്ന പുസ്തകം രചിച്ചത് അന്ന സുവരോവയാണ്. ലഖ്നൗ, ഡൽഹി സർവകലാശാലകളിൽ ഇവർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്.
2023 ഡിസംബറിൽ കേന്ദ്ര സർക്കാർ വ്യക്തിഗത ഭീകരനായി പ്രഖ്യാപിച്ച ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ആരാണ്? ലഖ്ബീർ സിംഗ് ലാൻഡ. ഖലിസ്ഥാൻ വിഘടനവാദി നേതാവായ ലഖ്ബീർ സിംഗ് ലാൻഡയെയാണ് 2023 ഡിസംബറിൽ കേന്ദ്ര സർക്കാർ വ്യക്തിഗത ഭീകരനായി പ്രഖ്യാപിച്ചത്. ഖലിസ്ഥാൻ സംഘടനയായ ബാബർ ഖൽസ ഇന്റർനാഷണലിന്റെ നേതാവാണ് ലഖ്ബീർ സിംഗ് ലാൻഡ. ഏത് മലയാളിയാണ് 2023 ഡിസംബറിൽ അന്റാർട്ടിക്കയിലെ വിൻസൺ കൊടുമുടി കീഴടക്കിയത്? ഷെയ്ഖ് ഹസൻ ഖാൻ. മലയാളിയായ ഷെയ്ഖ് ഹസൻ ഖാൻ ആണ് 2023 ഡിസംബറിൽ അന്റാർട്ടിക്കയിലെ വിൻസൺ കൊടുമുടി കീഴടക്കിയത്. അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് വിൻസൺ കൊടുമുടി. 2024 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി കൈറ്റ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പിന്റെ പേരെന്താണ്? ഉത്സവം. ഉത്സവം എന്ന മൊബൈൽ ആപ്പാണ് 2024 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി കൈറ്റ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ് കൈറ്റ്. വിഴിഞ്ഞം തുറമുഖത്ത് നാലാമതായി ഡിസംബർ 30 വീണ്ടും എത്തിയ കപ്പൽ ഏതാണ്? ഷൻഹുവ 15. ഷൻഹുവ 15 എന്ന കപ്പലാണ് വിഴിഞ്ഞം തുറമുഖത്ത് നാലാമതായി ഡിസംബർ 30 വീണ്ടും എത്തിയത്. വിഴിഞ്ഞം തുറമുഖത്ത് ഒക്ടോബർ 12 ആദ്യമായി എത്തിയ കപ്പലും ഷൻഹുവ 15 ആണ്. ഇപ്പോൾ ഷൻഹുവ 15 ഡിസംബർ 30 വീണ്ടും എത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്ത് ഒക്ടോബർ 12 ആദ്യമായി എത്തിയ കപ്പലും ഷൻഹുവ 15 തന്നെയാണ്. രണ്ടാമതായി നവംബർ 13 എത്തിയ കപ്പലാണ് ഷൻഹുവ 29. നവംബർ 27 മൂന്നാമതായി എത്തിയ കപ്പൽ ഷൻഹുവ 24 ആണ്. യുണൈറ്റഡ് വേൾഡ് റസ്ലിംഗ് 2023 വനിതാ ഗുസ്തിയിലെ റൈസിംഗ് സ്റ്റാർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരം ആരാണ്? ആൻറ്റിം പങ്കൽ. ഇന്ത്യൻ താരമായ ആൻറ്റിം പങ്കലിനെയാണ് യുണൈറ്റഡ് വേൾഡ് റസ്ലിംഗ് 2023 വനിതാ ഗുസ്തിയിലെ റൈസിംഗ് സ്റ്റാർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത്. ഏത് ഫുട്ബോൾ താരത്തോടുള്ള ആദരസൂചകമായാണ് അദ്ദേഹത്തിന്റെ പേരുള്ള ജേഴ്സി ക്രൈസ്റ്റ് ദി റെഡീമർ ശില്പത്തിൽ അണിയിച്ചത്? പെലെ. ഫുട്ബോൾ താരമായ പെലെയോടുള്ള ആദരസൂചകമായാണ് അദ്ദേഹത്തിന്റെ പേരുള്ള ജേഴ്സി ക്രൈസ്റ്റ് ദി റെഡീമർ ശില്പത്തിൽ അണിയിച്ചത്. ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് ക്രൈസ്റ്റ് ദി റെഡീമർ ശില്പം സ്ഥിതി ചെയ്യുന്നത്. പെലെയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് അദ്ദേഹത്തിന്റെ പേരുള്ള 10ാം നമ്പർ ജേഴ്സി ക്രൈസ്റ്റ് ദി റെഡീമർ ശില്പത്തിൽ അണിയിച്ചത്. ഏത് രാജ്യമാണ് ആ രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് എത്തിയത്? സ്പെയിൻ. സ്പെയിനാണ് സ്പെയിനിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് എത്തിയത്. 2023 ഡിസംബറിലെ റാങ്കിങ്ങിലാണ് സ്പെയിൻ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. അമേരിക്കയും ഫ്രാൻസുമാണ് 2, 3 സ്ഥാനങ്ങളിൽ. ഇന്ത്യ പട്ടികയിൽ 65ാമത് സ്ഥാനത്താണ് ഉള്ളത്. ലോക ബ്ലീഡ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ലോക 1ാം നമ്പർ താരമായ മാഗ്നസ് കാൾസനെതിരെ സമനില നേടിയ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? നിഹാൽ സരിൻ. മലയാളി ഗ്രാൻഡ് മാസ്റ്ററായ നിഹാൽ സരിനാണ് ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ലോക 1ാം നമ്പർ താരമായ മാഗ്നസ് കാൾസനെതിരെ സമനില നേടിയത്. ഉസ്ബെക്കിസ്ഥാനിലെ സമർകന്ദിലാണ് ഈ മത്സരം നടക്കുന്നത്.
ലണ്ടനിലെ റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രിയുടെ 2023 നൈഹോം പ്രൈസ് ഫോർ എഡ്യൂക്കേഷൻ ലഭിച്ച ഇന്ത്യക്കാരി ആരാണ്? പ്രൊഫസർ സവിത ലഡേജ്. ഇന്ത്യക്കാരിയായ പ്രൊഫസർ സവിത ലഡേജിനാണ് ലണ്ടനിലെ റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രിയുടെ 2023 നൈഹോം പ്രൈസ് ഫോർ എഡ്യൂക്കേഷൻ പുരസ്കാരം ലഭിച്ചത്. 2024 ജനുവരി 1 ISRO എക്സ്റേ സ്രോതസ്സുകളെ പറ്റി പഠിക്കുവാനായി വിക്ഷേപിക്കുന്ന ഉപഗ്രഹം ഏതാണ്? എക്സ്പോസാറ്റ്, എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ്. 2024 ജനുവരി 1 ISRO എക്സ്റേ സ്രോതസ്സുകളെ പറ്റി പഠിക്കുവാനായി വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്, എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ്. എക്സ്പോസാറ്റ് ഉൾപ്പെടെ ആകെ 11 ഉപഗ്രഹങ്ങളാണ് ഈ ദൗത്യത്തിൽ വിക്ഷേപിക്കുന്നത്. PSLV C-58 റോക്കറ്റിലാണ് ഈ വിക്ഷേപണം നടക്കുന്നത്. ഭൂമിയിൽ നിന്നും 650 കിലോമീറ്റർ ദൂരത്തുള്ള ഭ്രമണപഥത്തിൽ വിക്ഷേപിക്കുന്ന എക്സ്പോസാറ്റ് ഉപഗ്രഹത്തിന്റെ കാലാവധി 5 വർഷമാണ്. PSLVയുടെ 60ാമത്തെ വിക്ഷേപണമാണ് എക്സ്പോസാറ്റിന്റെ വിക്ഷേപണം. രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിച്ച പോളിക്സ്, പൊളാരിറ്റി മീറ്റർ ഇൻസ്ട്രുമെന്റ് ഇൻ എക്സ്റേസും UR റാവു സാറ്റലൈറ്റ് സെന്റർ നിർമ്മിച്ച എക്സ്പെക്ട്, എക്സ്റേ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ടൈമിംഗ് എന്നിവയാണ് എക്സ്പോസാറ്റിലെ 2 പേലോഡുകൾ. രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിച്ച പോളിക്സും UR റാവു സാറ്റലൈറ്റ് സെന്റർ നിർമ്മിച്ച എക്സ്പെക്റ്റുമാണ് എക്സ്പോസാറ്റിലെ 2 പേലോഡുകൾ. റോക്കറ്റിലെ പോയം, PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റർ മൊഡ്യൂൾ എന്ന ഭാഗത്താണ് ബാക്കിയുള്ള 10 ചെറിയ ഉപഗ്രഹങ്ങൾ അടക്കം ചെയ്തിട്ടുള്ളത്. റോക്കറ്റിലെ പോയം എന്ന ഭാഗത്താണ് ബാക്കിയുള്ള 10 ചെറിയ ഉപഗ്രഹങ്ങൾ അടക്കം ചെയ്തിട്ടുള്ളത്. പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച വിമൺ എഞ്ചിനീയർഡ് സാറ്റലൈറ്റ്, VSAT ഈ ദൗത്യത്തിൽ വിക്ഷേപിക്കുന്നുണ്ട്. രാജ്യത്ത് വനിതകൾ മാത്രം ചേർന്ന് നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹമാണ് VSAT. മഹാകവി കുമാരനാശാന്റെ 150ാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ ആശാൻ അറ്റ് 150 യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രവീൺ KT. പ്രവീൺ KTക്കാണ് മഹാകവി കുമാരനാശാന്റെ 150ാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ ആശാൻ അറ്റ് 150 യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ജ്ഞാനോദയത്തിന്റെ കേരള പരിസരം എന്ന കവിതാ പഠന കൃതിക്കാണ് പ്രവീൺ KTക്ക് പുരസ്കാരം ലഭിച്ചത്. 2023 ഡിസംബറിൽ മരണപ്പെട്ട പ്രശസ്ത ദക്ഷിണാഫ്രിക്കൻ നാടക കലാകാരൻ ആരാണ്? എംബോങ്കെനി എൻഗമ. പ്രശസ്ത ദക്ഷിണാഫ്രിക്കൻ നാടക കലാകാരനായ എംബോങ്കെനി എൻഗമയാണ് 2023 ഡിസംബറിൽ മരണപ്പെട്ടത്. 1988 അരങ്ങിലെത്തിയ സരാഫിന എന്ന നാടകമാണ് എംബോങ്കെനി എൻഗമയെ പ്രശസ്തനാക്കിയത്. 2023 കേരളത്തിൽ ആകെ ലഭിച്ച മഴയുടെ അളവ് എത്രയായിരുന്നു? 2202.3 മില്ലിമീറ്റർ. 2023 കേരളത്തിൽ ആകെ ലഭിച്ച മഴയുടെ അളവ് 2202.3 മില്ലിമീറ്റർ ആണ്. കേരളത്തിൽ ലഭിക്കേണ്ടിയിരുന്ന ആകെ മഴയുടെ 24% കുറവാണ് 2023 ലഭിച്ചത്. ഇന്ത്യയിലെ തമിഴ് വംശജർ ശ്രീലങ്കയിലേക്ക് കുടിയേറിയതിന്റെ എത്രാമത് വാർഷികമാണ് 2023 ഡിസംബറിൽ ആചരിച്ചത്? 200ാമത് വാർഷികം.
ഇന്ത്യയിലെ തമിഴ് വംശജർ ശ്രീലങ്കയിലേക്ക് കുടിയേറിയതിൻ്റെ 200ാമത് വാർഷികമാണ് 2023 ഡിസംബറിൽ ആചരിച്ചത്. 200ാമത് വാർഷികത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ സ്റ്റാമ്പ് BJP പ്രസിഡന്റ് JP നദ്ദ ശ്രീലങ്കൻ ഗവർണർ സെന്തിൽ തൊണ്ടമാന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.